കോൺഗ്രസിനെതിരെ വീണ്ടും വിമർശനവുമായി മുതിർന്ന നേതാവ് PJ കുര്യൻ. വിമർശനങ്ങളെ സദുദ്ദേശത്തോടെ കാണണം. ആദ്യം പോസിറ്റീവായി പ്രതികരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് നിലപാട് മാറ്റി. SFIയെ പുകഴ്ത്തിയെന്ന തെറ്റായ നറേറ്റീവ് ഉണ്ടാക്കി തന്നെ സൈബർ അധിക്ഷേപം നടത്തിയെന്നും PJ കുര്യൻ പറഞ്ഞുവെക്കുന്നു. വിശദാംശങ്ങൾ ശ്രീരാജ് ബാബു പങ്കുവയ്ക്കും. ശ്രീരാജ്, PJ കുര്യൻ എവിടെയാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുള്ളത്? കാര്യങ്ങളെ വീണ്ടും ചർച്ചയിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വിഷമവും മറ്റൊക്കെ ആ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കുന്നുമുണ്ട്. എന്താണ് ശ്രീരാജ് നൽകാനാവുന്ന വിവരങ്ങൾ? സംഗീത, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് PJ കുര്യൻ കടുത്ത അതൃപ്തി പരസ്യമാക്കി രംഗത്തെത്തിയത്. PJ കുര്യൻ യൂത്ത് കോൺഗ്രസ് പോര് ഏകദേശം അവസാനിച്ചു, ശമിച്ചു എന്നെല്ലാം കരുതിയിരുന്നിടത്താണ് വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വിഷയം വീണ്ടും സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ PJ കുര്യൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറയുന്നത് വിമർശനങ്ങളെ സദുദ്ദേശത്തോടെ കാണണമെന്ന ഒരു ഉപദേശമാണ് യൂത്ത് കോൺഗ്രസിന് നൽകുന്നത്. ആ തുടക്കഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ പോസിറ്റീവായി പ്രതികരിച്ചെങ്കിലും പിന്നീട് സദുദ്ദേശപരമെന്ന് കാണാൻ സൗകര്യമില്ല എന്ന് രാഹുൽ പറഞ്ഞതായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഓഡിയോ സന്ദേശം ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എത്തിയ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നത് PJ കുര്യൻ സദുദ്ദേശത്തോടെയാണ് പറഞ്ഞത് എന്ന് കരുതാൻ സൗകര്യമില്ല എന്നായിരുന്നു. അത് പരാമർശിച്ചുകൊണ്ടായിരുന്നു PJ കുര്യൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ യൂത്ത് കോൺഗ്രസിനെതിരെ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. താൻ പറഞ്ഞ കാര്യങ്ങൾ SFIയെ പുകഴ്ത്തുകയല്ല, പകരം കേരളത്തിലെ പല കമ്മിറ്റികളും യൂത്ത് കോൺഗ്രസിന് പല ഘടകങ്ങളിലും കമ്മിറ്റികളില്ല. ഈ കാര്യം മുൻപും കോൺഗ്രസിന്റെ പല വേദികളിലും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് MP-മാരുടെ മീറ്റിംഗ് വിളിച്ചപ്പോൾ ആ ഘട്ടത്തിലും താൻ ഉയർത്തിയ വിഷയങ്ങളാണിതെന്നും PJ കുര്യൻ പറയുന്നു. സദുദ്ദേശപരമെന്ന് കാണാനായി രാഹുലിനും അതുപോലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കും കഴിയുന്നില്ല. ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥിതി എന്താകുമെന്ന് ഇവർ ഓർക്കണമെന്നും PJ കുര്യൻ പറയുന്നു. വിമർശനം ഉന്നയിക്കുന്നവരെ ആക്ഷേപിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നും PJ കുര്യൻ ഓർമ്മിപ്പിക്കുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയങ്ങളെല്ലാം കെട്ടടങ്ങി എന്ന് കരുതിയിരുന്ന അല്ലെങ്കിൽ സജീവ വാർത്താ ചർച്ചകളിൽ നിന്നും മാറി നിന്ന ഒരു ഘട്ടത്തിൽ വീണ്ടും PJ കുര്യൻ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തുന്നത് വീണ്ടും ഈ വിഷയങ്ങളെ സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഗീത, തീർച്ചയായും ശ്രീരാജ്, അത് വ്യക്തമാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ.